സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച രാജ്യം യെച്ചൂരിയുടെ വേർപാടിലൂടെ ഒരു കാലഘട്ടത്തിനാണ് വിരാമമാകുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം വസന്തകുഞ്ചിലെ വീട്ടിൽ ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും. നാളെ AKG ഭവനിലെ പൊതുദർശനത്തിന് ശേഷം എയിംസിൽ പഠനാവശ്യത്തിനായി കൈമാറും. കേരളത്തിൽ CPIM 3 ദിവസത്തെ ദുഃഖാചരണത്തിന് ആഹ്വാനം ചെയ്തു. വിഷ്ണു തലവൂർ ചേർന്നു. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു, പൊതുദർശനമടക്കമുള്ള വിശദാംശങ്ങളിലേക്ക്. വിനിഷ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം ഇപ്പോൾ ദില്ലി എയിംസിൽ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോട് കൂടിയായിരിക്കും ദില്ലിയിലെ വസന്തകുഞ്ചിലുള്ള സീതാറാം യെച്ചൂരിയുടെ വസതിയിലേക്ക് എത്തിക്കുക. അവിടെ ഇന്നും വൈകിട്ടോടുകൂടി പൊതുദർശനം ഉണ്ടായിരിക്കും. അതിന് ശേഷം നാളെയാണ് പാർട്ടി ആസ്ഥാനത്തേക്ക് മൃതശരീരം എത്തിക്കുക. നാളെ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് ദില്ലി AKG സെൻറ്ററിൽ ഗോൾ മാർക്കറ്റിലുള്ള പാർട്ടി ആസ്ഥാനത്ത് ഈ ഒരു പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെ വിലാപയാത്രയായി ദില്ലി എയിംസിലേക്ക് പോകും എന്നതാണ് പാർട്ടി തീരുമാനം. യെച്ചൂരിയുടെ തന്നെ ആഗ്രഹപ്രകാരമാണ് മൃതശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി എയിംസിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ യെച്ചൂരിയുടെ മൃതശരീരം ദില്ലി എയിംസിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം തന്നെയാണ് യെച്ചൂരിയുടെ ഈ ഒരു വിയോഗം എന്ന് പറയുന്നത്. ഇന്നലെ ഉച്ച തിരിഞ്ഞ് 3 കൂടിയായിരുന്നു യെച്ചൂരിയുടെ മരണം സംഭവിച്ചത്. അദ്ദേഹത്തെ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 19-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ന്യൂമോണിയ ബാധയെ തുടർന്നായിരുന്നു അത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യമുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വെച്ചും യെച്ചൂരി തുടക്കത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. കാരണം ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അനുശോചന പരിപാടികളിൽ ദില്ലി എയിംസിൽ അഡ്മിറ്റായിരുന്നെങ്കിൽ പോലും ഒരു ദൈർഘ്യമേറിയ ദൃശ്യ സന്ദേശം അദ്ദേഹം കൊൽക്കത്തയിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലായിരുന്നു യെച്ചൂരി. ആശുപത്രിയിൽ പോലും പാർട്ടി കാര്യങ്ങളിൽ സജീവമായിരുന്നു. പക്ഷേ പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഈ ശ്വാസകോശത്തിലെ അണുബാധ കൂടുതൽ മൂർച്ഛിക്കുകയും ഒരു ഗുരുതരാവസ്ഥയിലേക്ക് ആരോഗ്യനില പോകുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനില അതീവ ഗുരുതരമാവുകയും ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയാണ് മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ തലത്തിലുള്ള ഒരു അനുശോചന രേഖപ്പെടുത്തലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് നേതാക്കളൊക്കെ തന്നെ എത്തിച്ചേർന്നിരുന്നു. പ്രവർത്തകരൊക്കെ തന്നെ എത്തിച്ചേർന്നിരുന്നു. CPI ജനറൽ സെക്രട്ടറി D രാജ, ആനി രാജ, അതോടൊപ്പം തന്നെ ആം ആദ്മി നേതാക്കൾ സഞ്ജയ് സിംഗ്, അതിഷി മർലേന ഉൾപ്പെടെയുള്ളവർ AKG സെൻറ്ററിലേക്ക് ഇന്നലെ തന്നെ എത്തി നേതാക്കളെ കണ്ട് അനുശോചനം അറിയിച്ചിരുന്നു. ദില്ലി എയിംസിലേക്കും നിരവധി നേതാക്കളും പ്രവർത്തകരുമൊക്കെ തന്നെ ഇന്നലെ വൈകിട്ട് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടിക്ക് വലിയ ഒരു നഷ്ടമാണ്. പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിനും വലിയ ഒരു തീരാത്ത നഷ്ടമാണ് യെച്ചൂരിയുടെ ഈ പെട്ടെന്നുള്ള മരണം എന്ന് തന്നെയാണ്. കാരണം ഇത്രത്തോളം ദിശാബോധമുള്ള ഒരു നേതാവിനെയാണ് നഷ്ടമാകുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു നിർണായക ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇത്രത്തോളം ദീർഘവീക്ഷണമുള്ള നേതാവിൻ്റെ വിയോഗം എന്ന് പറയുന്നത് അത് വലിയ നഷ്ടം എന്ന് തന്നെയാണ് പാർട്ടി നേതാക്കളടക്കം ചൂണ്ടിക്കാട്ടുന്നത്. വിനീഷ. വിഷ്ണു, അതുതന്നെയാണ്. കാരണം രാജ്യം കടന്നു പോകുന്ന കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായിരുന്നു സീതാറാം യെച്ചൂരിയെ പോലെയുള്ള ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും പോയി എല്ലാ ജനവിഭാഗങ്ങളോടും സംസാരിക്കാൻ, അവരുടെ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം തോളോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ എന്നും മനസ്സ് കാണിച്ച ഒരു നേതാവിനെയാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ നമുക്കെല്ലാം നഷ്ടമാകുന്നത്. നമ്മൾ പുതുതലമുറ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആയാലും അത്രത്തോളം
അത്രത്തോളം മാധ്യമപ്രവർത്തകരോടും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നമ്മൾക്കിടയിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് പഠിക്കാനൊക്കെ താല്പര്യം കാണിച്ച ഒരാൾ കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. വിനിഷ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി. പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും വളരെ മികച്ച പ്രവർത്തനം തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. 2015 നടന്ന 21ാം പാർട്ടി കോൺഗ്രസ്സിലാണ് സീതാറാം യെച്ചൂരി ഇത്തരത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നത്. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള 3 ടേമുകളിലും പാർട്ടി സെക്രട്ടറി തുടരുകയായിരുന്നു സീതാറാം യെച്ചൂരി. ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചായാലും ഒരു നിർണായക ഘട്ടമെന്ന് പറയുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് വരാനിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയുടെ ഒരു വിയോഗം ഉണ്ടാകുന്നത്. അതും പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അത്രത്തോളം വലിയ പ്രവർത്തനങ്ങൾ, സംഭാവനകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് JNU പഠനകാലത്താണ്. JNU പഠനകാലത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനമുണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം അറസ്റ്റഡാകുന്ന സാഹചര്യം പോലുമൊക്കെ ഉണ്ടാകുന്നു. അത്തരത്തിൽ ആ ഒരു സമര പാതയിലൂടെയാണ് സീതാറാം യെച്ചൂരി SFIയിലേക്ക് എത്തുന്നതും അത്തരത്തിൽ പാർട്ടി പ്രവർത്തനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു SFI പ്രവർത്തനം, അതിനുശേഷം മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി യെച്ചൂരി മാറുന്നു. 1992 സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത്തരത്തിൽ വളരെ നീണ്ട കാലത്തെ ഒരു പാർട്ടി പ്രവർത്തനം ദില്ലി കേന്ദ്രീകരിച്ച് യെച്ചൂരി നടത്തിയിരുന്നു. ഈ യെച്ചൂരിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി വലിയ തലത്തിലുള്ള പ്രവർത്തനം യെച്ചൂരിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ കൃത്യമായിട്ട് നിയമ പോരാട്ടങ്ങളും യെച്ചൂരിയെ ഒപ്പം കൊണ്ടുപോയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഒരുപക്ഷെ മോദി സർക്കാരിനെ പോലും പിടിച്ചു കുലുക്കിയ തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയ സുപ്രീം കോടതി വിധി. അത് നമ്മൾ കണ്ടതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നെയാണ് അത്തരത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ നിർണായകമായിട്ടുള്ള അത്തരമൊരു വിധി ഉണ്ടായത്. അതിന് നിർണായകമായിട്ടൊരു നിയമ പോരാട്ടം നടത്തിയത് സീതാറാം യെച്ചൂരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളും അത്തരത്തിൽ തന്നെയായിരുന്നു. 2 ടേം, അതായത് 12 വർഷമായിരുന്നു സീതാറാം യെച്ചൂരി രാജ്യസഭാ അംഗമായിരുന്നത്. 1ാം UPA സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ 2005 മുതൽ 2017 വരെ 2 ടേമായിട്ടാണ് സീതാറാം യെച്ചൂരി രാജ്യസഭാ അംഗമായിരുന്നത്. അപ്പോൾ പോലും 1ാം UPA സർക്കാരിന് പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും കൃത്യമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെ രാജ്യസഭയിൽ കൃത്യമായി വിമർശിക്കാനുള്ള ഒരു നിലപാടും സീതാറാം യെച്ചൂരിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നഷ്ടമായിരിക്കുന്നത് വിനീഷ. വിഷ്ണു, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് വസന്തകുഞ്ചിലെ വീട്ടിൽ വൈകിട്ട് പൊതുദർശനത്തിന് വെക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എപ്പോഴായിരിക്കും ദില്ലി എയിംസിലെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക? വിനീഷ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം
ദില്ലി എയിംസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വസന്തകുഞ്ചിലെ വീട്ടിലേക്ക് എത്തിക്കുക. വൈകിട്ട് 6 മണി മുതൽ അവിടെ പൊതുദർശനം ഉണ്ടാകും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 5 മണിയോട് കൂടിയായിരിക്കും ദില്ലി എയിംസിൽ നിന്നും അങ്ങോട്ടേക്ക് മൃതശരീരം കൊണ്ടുപോവുക എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി മുഴുവൻ അവിടെ തന്നെ വസതിയിൽ തന്നെയായിരിക്കും ഈ മൃതശരീരം സൂക്ഷിക്കുക. അതിനുശേഷം നാളെ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിക്കും. പാർട്ടി ആസ്ഥാനത്ത് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പൊതുദർശനത്തിനുള്ള സമയം പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ നിരവധി നേതാക്കൾ, പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേരും എന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ നിരവധി നേതാക്കൾ ദില്ലിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും ഒക്കെ നിരവധി നേതാക്കൾ ദില്ലിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പാർട്ടി നേതാക്കളടക്കം വലിയ തോതിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ രാവിലെ 11 മണി മുതൽ 3 മണി വരെയാണ് പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാവുക. അതിനുശേഷം വിലാപയാത്രയായിട്ടായിരിക്കും ദില്ലി എയിംസിലേക്ക് പോവുക. അത്തരത്തിൽ വിലാപയാത്രയിൽ ദില്ലി എയിംസിലെത്തി യെച്ചൂരിയുടെ തന്നെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതശരീരം എയിംസിൽ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകും. ബിനിഷ. ശരി വിഷ്ണു.